ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മുടെ റൂമിൻ്റെ ജനലൊക്കെ ആദ്യം തുറന്നിടും. കാരണം നല്ല വെളിച്ചവും കാറ്റൊക്കെ റൂമിലേക്ക് കടന്നാൽ ഒരു ഫ്രഷ്നെസ് ആണല്ലോ, അതുകൊണ്ട് ജനവാതിലൊക്കെ തുറന്നിടും. പിന്നെ നമ്മുടെ ബെഡിൽ തലേണയും ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. ഞാൻ ബ്ലാങ്കറ്റ് മടക്കിയിട്ട് ഈ ബെഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ നീളത്തിൽ വിരിക്കുമല്ലോ, അങ്ങനെ വിരിക്കാറില്ല കേട്ടോ. കാരണം മോന് ചെറുതായതുകൊണ്ട് അങ്ങനെ വിരിച്ചാലും കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ, അത് പിന്നെയും ആകെ അലങ്കോലാക്കും. അപ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് നന്നായിട്ട് മടക്കിയിട്ട് ഒരു കുഷ്യൻ കവറുണ്ട് സിബുള്ള, അത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു 4 എണ്ണമുള്ള അല്ലെങ്കിൽ 6 എണ്ണമുള്ള അങ്ങനെ ഒരു സെറ്റായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ സിബുള്ള കുഷ്യൻ കവറാണ്. അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഈ ബ്ലാങ്കറ്റ് വെച്ചിങ്ങാണ്ട് സിബ് ഇട്ടുങ്ങാണ്ട് വെക്കും കേട്ടോ. അപ്പം നീറ്റായിട്ട് അവിടെ നമുക്ക് ബെഡിൽ ഒരു കുഷ്യനായിട്ട് വെക്കുകയും ചെയ്യാം. രാത്രി നമ്മൾ ബ്ലാങ്കറ്റ് എടുക്കുന്ന സമയത്ത് അതൊന്ന് എടുത്താൽ മതിയല്ലോ. ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് എളുപ്പമായിരിക്കും, എപ്പോഴും ഇങ്ങനെ മടക്കേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കുമ്പോൾ തന്നെ നല്ലൊരു റൂം മൊത്തം ഒരു ക്ലീനായ പോലെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളുടെ ഡൈനിങ് ഹാളിലുള്ള ജനവാതിലൊക്കെ തുറന്നിടും. അവിടെ സ്ലൈഡിങ് വിൻഡോ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തുറന്നിട്ടാൽ ഉള്ളിലേക്കൊരു വെളിച്ചവും കാറ്റൊക്കെ വരും. പിന്നെ ഞാൻ ഒന്ന് സിറ്റ് ഔട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചിടും കേട്ടോ. അപ്പോൾ ആദ്യം ഈ മാറ്റൊക്കെ എടുത്ത് നന്നായിട്ട് കുടഞ്ഞിട്ട് സ്റ്റെപ്പൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പൊടിയൊക്കെ രാവിലെ എണീറ്റാൽ സ്റ്റെപ്പിലൊക്കെ എന്തെങ്കിലും പൊടി ഉണ്ടാവും, കാറ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് തുടച്ചെടുത്ത് പിന്നെ സിറ്റ് ഔട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. കാരണം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഫസ്റ്റ് സിറ്റ് ഔട്ടല്ലേ കാണാം, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ. അപ്പോൾ ആ ഒരു ഏരിയ നല്ല വൃത്തിയായിട്ട് വെച്ചാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ. ഇങ്ങനെ തുടച്ച് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം അവിടെ മാറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിടും. പിന്നെ എൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു തണയുണ്ട്, അപ്പം അതും നന്നായിട്ട് തുടയ്ക്കും കേട്ടോ. കാരണം ഫ്രണ്ടിൽ തന്നെ റോഡായതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ അത് തുടയ്ക്കാനായിട്ട് അതിൻ്റെ പുറത്ത് സൈഡിൽ ഞാനൊരു ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഈ ഇരിക്കുന്ന തണയൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിടും. അപ്പോൾ ഇത്രയും ആയത് തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം നല്ല ക്ലീനായിട്ട് നിൽക്കും. പിന്നെ നമ്മളുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്മെല്ലുള്ള എന്തെങ്കിലും വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഡൈനിങ് ഹാളും ഒക്കെ മൊത്തം നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ സോഫയുടെ കവറൊക്കെ ഇങ്ങനെ ചൊളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി നീറ്റാക്കി വെക്കാം. ഞാൻ എൻ്റെ സോഫയിൽ ഒരു പുതപ്പ് പോലത്തെ കട്ടിയുള്ള ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. 2 എണ്ണം വാങ്ങി, ഒന്ന് ഇരിക്കുന്ന സ്ഥലത്തും ഒന്ന് ചാരി ഇരിക്കുന്ന ആ ഒരു കുഷ്യലിലും ഇങ്ങനെ വിരിച്ചു കൊടുത്തതാണ് ഉള്ളിലേക്കാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഒക്കെ റെഡിയാക്കി തന്നെ ഒരു നീറ്റ് ലുക്ക് വരും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും രാവിലെ തന്നെ ക്ലീൻ ചെയ്യേണ്ടതാണ് നമ്മളുടെ വാഷ് ബേസിൻ ഏരിയ. വാഷ് ബേസിൻ എല്ലാ ദിവസവും നമ്മൾ കഴുകണം, എന്നാലേ നല്ല വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. കാരണം എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഹോളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നും കഴുകുക. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഇതേപോലെ ഞാൻ ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് കഴുകൽ. അപ്പോൾ ഹാൻഡ് വാഷ് വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്ക്രബ്ബറില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴുകാറുള്ളത്. അത് വെച്ച് ഞാൻ നല്ലോണം കഴുകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വാഷ് ബേസിൻ കഴുകണതിൻ്റെ കൂടെ തന്നെ ആ ഒരു പൈപ്പും അതിൻ്റെ ബാക്കിലുള്ള ആ വോളിലുള്ള ടൈൽസും ഒക്കെ നല്ലോണം കഴുകുക. പിന്നെ ഈ ഒരു വിമ്മിൻ്റെ സ്ക്രബ്ബറിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിലാണ് ഞാൻ ഇട്ട് വെക്കൽ. അപ്പോൾ അതിൽ വെള്ളമാക്കിയിട്ട് ഞാൻ വാഷ് ബേസിലേക്ക് ഒഴിച്ച് നല്ലോണം പതയൊക്കെ പോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ക്രബ്ബർ ഈ ബോക്സിൽ ഇട്ടിട്ട് ഈ വാഷ് ബേസിൻ്റെ അടിയിലുള്ള ക്യാബിനറ്റിൽ തന്നെയാണ് ഞാൻ വെക്കൽ. കാരണം പെട്ടെന്ന് നമുക്ക് കഴുകാൻ തോന്നുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് കഴുകാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മളിപ്പോൾ കഴുകിയ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തുടച്ച് അവിടുത്തെ വെള്ളമൊക്കെ ഒഴിവാക്കുക. പിന്നെ വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡും പിന്നെ അതിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഈ ഒരു ക്ലോത്ത് വെച്ച് ഞാൻ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു പാട് ഇങ്ങനെ കാണും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലും തുടയ്ക്കുക. പിന്നെ ആ ഒരു വോളും മിററും പിന്നെ പൈപ്പ് അങ്ങനെ എല്ലാം ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കുന്നുണ്ട്. ആ ഒരു ക്ലോത്ത് നമുക്ക് ഈ ഒരു ക്യാബിനറ്റിൻ്റെ അടിയിൽ തന്നെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഉണക്കിയതിൻ്റെ ശേഷമാണ് വെക്കുക. ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കും, എന്നിട്ട് അതിൻ്റെ അടിയിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ വാഷ് ബേസിനൊക്കെ നല്ല കേക്ക് നല്ല വൃത്തിയായിട്ടുണ്ട്. ഈ വാഷ് ബേസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മളൊരു മാറ്റ് വിരിക്കണം. അതേപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന അവിടെയും നമ്മൾ എന്തായാലും ഒരു മാറ്റ് വിരിക്കണം. പിന്നെ അതേപോലെ തന്നെ കിച്ചൺ സിങ്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ തൊട്ട് താഴെയും മാറ്റ് വിരിക്കണം കേട്ടോ. എന്നാൽ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. കാരണം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ നമ്മളവിടെ മാറ്റ് വിരിച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ വെള്ളമാവും. അവിടെ നമ്മൾ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളമാവും.
അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ നന്നായിട്ട് തുടയ്ക്കാം. സ്റ്റൗവിൻ്റെ അടിഭാഗവും പിന്നെ അതിൻ്റെ സൈഡും ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു നീറ്റുണ്ടാകും അടുക്കളയിലേക്ക് കയറുമ്പോൾ. പിന്നെ ഈ സ്റ്റൗവിൻ്റെ തൊട്ട് ബാക്കിലുള്ള ആ ഒരു വോളിൽ ടൈലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗവും നന്നായിട്ട് തുടയ്ക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ വൈറ്റ് ടൈലാണ് ഞങ്ങളുടെ അടുക്കളയിലുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഇപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അങ്ങനെയുള്ള മെഴുക്കും ഒക്കെ അങ്ങനെ തെറിച്ചത് പെട്ടെന്ന് തന്നെ കാണും. മീൻ പൊരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഓയിൽ വീണതും ഒക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു മതിലിൽ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചാൽ തന്നെ വേഗം പോവും ടൈൽസിലായതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ കിച്ചൺ സിങ്കിൽ അപ്പോൾ ആവുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി എടുത്ത് വെക്കാം. നമ്മൾ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല അത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒഴിവാക്കിയിട്ട് ആ വേസ്റ്റ് അപ്പം തന്നെ പാത്രം കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്തേക്ക് കളയാം. ഞങ്ങളിവിടെ അടുക്കളയുടെ ബാക്കിൽ തെങ്ങിനും ഒക്കെയാണ് വേസ്റ്റ് ഇടല്. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഒഴിവാക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേസ്റ്റ് നല്ല രീതിയിൽ അടച്ച് പുറത്തേക്ക് സ്മെല്ലൊന്നും വരാത്ത രീതിയിൽ എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അതേപോലെ ചെയ്യുക. അങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടി വെക്കാതൊക്കെ കിച്ചണിൽ അതൊരു ബാഡ് സ്മെല്ല് നമ്മുടെ കിച്ചണിൽ വരും. പിന്നെ അങ്ങനെ വേസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞിട്ട് ആ വേസ്റ്റ് ഇടുന്ന പാത്രം നന്നായിട്ട് കഴുകിയിട്ട് സൈഡിൽ വെക്കാം. പിന്നെ പാത്രം കഴുകി കഴിഞ്ഞാൽ സിങ്കിൻ്റെ ചുറ്റുമുള്ള ഏരിയ ഒക്കെ നന്നായിട്ട് തുടച്ച് ആ ഒരു പൈപ്പും ഒക്കെ തുടച്ച് നല്ല വൃത്തിയായിട്ട് വെക്കാം. പിന്നെ ആ ഒരു തുടയ്ക്കുന്ന തുണിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നിവർത്തിയിടണം കേട്ടോ. അതിനായിട്ടൊരു സ്റ്റാൻഡോ എന്തെങ്കിലും കിച്ചണിൽ ഉണ്ടാവണത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മളുടെ വീട് നല്ലൊരു വൃത്തിയായിട്ടുണ്ടാവും. ഇത് മാത്രം ചെയ്താൽ മതി എന്നല്ല കേട്ടോ പറഞ്ഞത്. ഡീപ്പ് ക്ലീനിങ് ആയിട്ട് കുറേ കാര്യങ്ങൾ വേറെയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.